ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആട്ടോ മണാലിയിലെ. തുറന്നിച്ച് കാണിക്കേണ്ടി വരും. നല്ല തണുപ്പുണ്ട്. ഇതാട്ടോ ഞങ്ങളുടെ റൂമിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് പുറത്ത് നോക്കിയുള്ള വ്യൂ. അടിപൊളിയാണ്. ഇനിയിപ്പം 7:30 അങ്ങനെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. 8 മണിയാകുമ്പോൾ നമ്മൾ വണ്ടി വരും. അടിപൊളി. തണുപ്പും ഉണ്ട്, പക്ഷെ അടിപൊളി. അവിടെ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ ഫോണിൽ അങ്ങനെ മനസ്സിലാകുന്നില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ഐസിന് റെഡിയാക്കട്ടെ. അപ്പോൾ സമയം ഒരു 7 മണി ആയിട്ടുണ്ട്. നമുക്ക് ഐസിനെ റെഡിയാക്കാം. ഐസി എണീക്കുന്നില്ല. ഐസി ഇത് പൊതച്ച് മൂടി നല്ല ഉറക്കിലാണ്. ഇങ്ങനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ബാക്കി പരിപാടി ആവട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഓരോ സ്ഥലമായിട്ട് കാണല്ലോ ഇവർക്ക്. ഓക്കെ. ഓക്കെ, വേണ്ട കഴിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇത് റൂമിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തുണ്ട് ഇവക്കാ പോയാ ബ്രേക്ക്ഫാസ്റ്റ് എന്തുകൊണ്ട് റൂമിൽ കൊണ്ടു തന്നെ? ഇതല്ലേ ഇപ്പോൾ ഒരു കുറച്ച് ലേറ്റ് ആയല്ലേ. ഇനിയെന്ത് വേഗം ഫിനിഷ് ചെയ്യാം. എന്താ പൂരിയും മുട്ട ഉണ്ട്. എന്താ സംഭവം? ബ്രെഡ് ആൻഡ് ജാമ്, പൂരിന്റെ ചന മസാല അല്ലേ. പിന്നെ കോഫി ചായ. കോഫി ആയിരിക്കും വിചാരിക്കുന്നു. അതാ ചെയറെടുത്തേരാം. ഓക്കെ, കഴിക്കാലോ. പിന്നെ ആ സൈഡ് എടുക്കാൻ കഴിയും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പൂരി ചന മസാല റെഡിയായില്ലേ? പോവല്ലേ മഞ്ഞിലേക്ക്? ഓക്കെ, നടന്നോ. ഇപ്പം തന്നെ സമയം 9 മണിയായിരുന്നു. നടക്കാം. നല്ല സെറ്റല്ലേ? ഓക്കെ. Jin? ഐസിന്റെയാ? സ്റ്റെപ്പ് അവിടെ ലിഫ്റ്റിൽ ഇഷ്ടം പോലെ ഒരാളുണ്ട്. ഐസി നോക്കിയാ അവിടെ കുറേ റൂംസ് വേറെ അല്ലേ, മേലെയെല്ലാം ഉണ്ട്. റിസപ്ഷൻ നേരത്തെ വന്നേരൊന്നും എടുക്കാൻ പറ്റിയില്ല.
കുഴപ്പമില്ലേനു. ഇതാട്ടാ നമ്മളെ റൂം ഇവിടെയാണ്. രാത്രി അടിപൊളിയാട്ടാ, ലൈറ്റ്സൊക്കെ വെച്ചിട്ട്. നൈറ്റ് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇന്നലെ ഫുൾ ലേറ്റായി പോയി എത്താൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പ് വരും. അത് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടേനു. അതിലൊരു ഷൂസ് എക്സ്ട്രാ കവറിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഗ്ലൗസ് ഇടാത്തതുകൊണ്ട് നല്ല തണുക്കുന്നുണ്ട്. എനിക്ക് ഫോണില്ലാണ്ട് പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇതാട്ടോ നമ്മളെ ഡ്രൈവറായിട്ടന്. ഇത് നമ്മളെ വണ്ടി തണുക്കാൻ തുടങ്ങി. ഇതാട്ടാ ഹിമാലയൻ ആപ്പിൾ സോൺ നെയിം വരുന്നത്. ഐസി കഴിക്കോ. ഇപ്പം നമ്മളെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ഇത് വ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക്. നേരിട്ട് കാണാനായിട്ട് അടിപൊളി. ക്യാമറയിൽ ഫസ്റ്റ് നമ്മൾ എവിടെയാണ്? अरे 150 करना है ना, मेरा भी इधर से निकल जाता है. ഫിലിമിലൊന്നും കാണുന്നവര് गाड़ी बोल रहे हैं നേരിട്ട് കാണാൻ അടിപൊളി. ക്യാമറേനേക്കാളും ഞാൻ ഇതിൻ്റെ ഭംഗി കുറച്ച് ഞാൻ ആസ്വദിക്കട്ടെ. ക്യാമറ ഓഫ് ചെയ്തിട്ട് നമ്മൾ വരാൻ പോയ സമയത്ത് ഫ്ലഡാന്ന് പറഞ്ഞിട്ട് പോണ്ടാന്ന് പറഞ്ഞില്ലേ, ആ ഫ്ലഡിന് പോയതാണ് ഇതെല്ലാം. ആക്ടിവിറ്റിൻ്റെ ഷോപ്പ് ഇത് വരുന്നത്. ഡിസ്കൗണ്ട് സോളങ് വാലിയിൽ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പേ ചെയ്തിട്ട് റെസീറ്റ് കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അവിടുന്ന് പൈസ അടക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊരു ഓഫീസ് പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇവിടുന്ന് ഞങ്ങൾക്ക് എന്താണോ ആക്ടിവിറ്റി ചെയ്യേണ്ടത് അതിൻ്റെ പൈസ കൊടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഒന്നാമത് ആ പീക്ക് ടൈമല്ല, അതുകൊണ്ട് തന്നെ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടേനു. ഐസ് കൈക്ക് ശരിക്കും പോയി. അത് കഴിക്കണ, അത് വേണമെങ്കിൽ അങ്ങോട്ട് കഴിക്കാം. സ്നാഫാൾ ഉണ്ട് പോയിട്ട് കാണുന്നില്ല. ഈ ഗ്ലൗവിന് 100 റുപ്പീസ് ആട്ടോ വരുന്നത്. നിനക്കാ ഇപ്പം ഇവിടുന്ന് തന്നെ കേട്ടോ ജാക്കറ്റ് കൂടി റെൻറ്റിനെടുത്തത് 250 വരുന്നത് 1 ഡേക്ക് ചാർജ്. എല്ലാം ഗ്ലൗവും സോക്സും ഷൂസും എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് ഐസി ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് അടുത്തത് ഇവിടെ അഡ്വഞ്ചറും ഗ്ലൗ എല്ലാം ഇവിടുന്ന് റെഡി ആയിട്ടുണ്ട്. സ്നോഫാൾ ഉണ്ട് കേട്ടോ, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. സ്നോഫാൾ ഉണ്ട്. എൻ്റെ കൈ വെച്ചാൽ മനസ്സിലാവുമായിരിക്കും. ഇല്ല മനസ്സിലാവുന്നില്ല. ഇല്ല സ്നോഫാൾ ഉണ്ട്, പക്ഷെ നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ ഇനി ഇവിടുന്ന് അവരെ വണ്ടിയിൽ വേണം പോകാൻ. ഇവിടെ നല്ല സ്നോഫാൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ വന്ന കാറിൽ പോകാൻ വേണ്ടി പറ്റൂല. 4x4 എടുക്കാൻ അവർ പറഞ്ഞു. അത് നോക്കി ചെയ്യണം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യലാണ്. ഇപ്പം തന്നെ നല്ല റഷ് ആയിട്ടുണ്ട്. ഒരു 9:30 അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ടൈം. പക്ഷെ നല്ല റഷ് ഉണ്ട് ഇവിടെ. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ അവിടെ എത്തിച്ച് കാണാം. ഇവിടുന്ന് എന്തായാലും ഡ്രസ്സ് റെൻറ്റിന് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അത് വേർത്താണ്.
അതായത് ഇപ്പം എന്താ പറയുക വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. അവരുടെ ബൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഗ്ലൗ ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് മഞ്ഞിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സ്നോയിൽ ഒരു കുഴപ്പമില്ലാണ്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ജിംനി ആട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഒരു ദിവസത്തേക്ക് എന്നുള്ള രീതിയിലാണ് ബുക്ക് ചെയ്തത്. അത്യാവശ്യം റേറ്റ് ഉണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ സീസൺ ടൈം ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക അവർക്കും ഭയങ്കര റഷാണ്. അതുകൊണ്ട് ബാർഗെയിൻ ചെയ്തിട്ട് ടൈം കളയാനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന എത്രയാണോ റേറ്റ് അതിന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നല്ലാണ്ട് വലിയ ബാർഗൈനിങ് കാര്യങ്ങളൊന്നും നടക്കൂല. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ. ഞാൻ മാത്രമല്ല ഹൈജീനും ജുബേർക്കും എല്ലാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. എൻ്റെ സ്വപ്ന നീ കാണാൻ പോകുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിലേക്കാണ്. സ്നോഫാൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കാർ എടുത്തിട്ട് പോകാൻ പറ്റൂല. നല്ല ട്രാഫിക് ജാം ഉണ്ട് ഇവിടെ. ഇതൊക്കെയാ സ്വപ്നം കാണുന്നവരുണ്ട്. അടിപൊളി ഫുൾ ഐസ് ഉണ്ട്. പിന്നെ കഴിവതും അടൽ ടണൽ, സോളങ് വാലി അങ്ങനെ ഉള്ള സ്ഥലത്തേക്ക് പോകുമ്പം നേരത്തെ ഇറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയത്, പക്ഷെ എന്നിട്ടും ഭയങ്കര ബ്ലോക്കാട്ടോ. അങ്ങനത്തെ സോളങ് വാലി കേട്ടോ ഫസ്റ്റ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും ഫുള്ള് സ്നോ ഒക്കെ വീണ് എന്താ പറയുക അടിപൊളിയായിട്ടുള്ളത്. അങ്ങനെ ഇതാ ഫസ്റ്റ് റൈഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാട്ടോ ഇത്. ഡ്രൈവർ കൂടി ഉണ്ട് ഒന്നിച്ചിട്ട്. എന്താ പറയുക അവർ സൈഡിലിരുന്ന് നിങ്ങൾ കുറച്ച് ടൈം നമുക്ക് ജുബർക്കാക്ക് ഓടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയാട്ടോ ഇത്. എന്താ പറയുക ഒരു 10-15 മിനിറ്റ് മാത്രമേ ഉണ്ടാവൂ ഈ റൈഡ്. പക്ഷെ ആരും മിസ്സാക്കാം കേട്ടോ. അടിപൊളിയാണ്. ഡ്രൈവർ ഇവിടെ ഉണ്ട് കേട്ടോ. ഒന്നിച്ചിട്ട് അവൾ ഒറ്റക്ക് വിടൂല എന്തായാലും. ഐസിനുണ്ട് സെൻട്രൽ ഇരുന്നിട്ട്. ഇന്ത്യയിലെ വീഴുന്നുണ്ട് ഇവർക്ക്. കണ്ണിൻ്റെ മേലിൽ ഇത് വീട്ടിലുള്ള ആളാണ് തോന്നുന്നു. കൂളായിട്ട് പോകുന്നതാണ്. ഓക്കെ കൊണ്ട് പറ്റുന്ന പോലെ എടുത്തിനെ. സ്നോഫോൾ കാണുന്നുണ്ട്. നമ്മുടെ ലൊക്കേഷനിലേക്ക് 10 മിനിറ്റ് റൈഡല്ലേ ബുക്കാം. നല്ല റഷ് ഉണ്ട് ഇവിടെ. ഈ ജാക്കറ്റ് തന്നെ വാങ്ങിച്ചു തന്നാലും ഇവിടെ അമ്മ ജാക്കറ്റ് കൊണ്ട് ഫുള്ള് നനഞ്ഞു ഓർത്ത് പോയത്. ഇത്രയും സ്റ്റാഫാണ്. തീരെ വേണ്ടിയായിട്ട് നമ്മളെ ഫ്രണ്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല.
ഇറങ്ങലാത്ത ജുബർക്ക് ഇറങ്ങി ഐജ് കാണിച്ചോ എങ്ങനെ ഉണ്ടായാലോ സെറ്റല്ലേ ഐജ് ഇറങ്ങിക്കോ എൻ്റെ കൈ തണുത്ത് മറിയിച്ച് ആ ഓക്കെ ഇതാട്ടോ ഞങ്ങളെടുത്ത വണ്ടി. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് അഡ്വഞ്ചർ ചെയ്യാൻ വിചാരിച്ചിട്ട് പോയി. നമ്മളിത് ബുക്ക് ചെയ്തില്ല, പക്ഷെ ഭയങ്കര റിസ്ക്കിയാണിത്. അതുകൊണ്ട് ഫുള്ള് റിസ്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അവിടെ നമ്മളത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ട്യൂബിൻ്റെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ട്യൂബിനെ നോക്കി വെക്കാം. അത് അവരോട് മേലെ ഉണ്ട് നിന്നിട്ട് എന്തായാലും നോക്കി വെക്കാം. ഫുള്ള് ഭയങ്കര സ്നോഫോൾ കേട്ടോ. പിന്നെ ഈ ഒരു സ്കേറ്റിങ് അറിയുന്നവർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അത് അൺലിമിറ്റഡ് ആട്ടോ, എത്ര ടൈം വേണമെങ്കിൽ നമുക്ക് യൂസ് അതും വെച്ചിട്ട് നടക്കാൻ വേണ്ടി പറ്റും. പക്ഷെ എന്താ പറയുക, ഇതുപോലെ തന്നെ ആരും കുറേ ടൈമൊന്നും അത് യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ട് 2-3 ആൾക്കാർ വീണ്ടും കണ്ടിട്ടുണ്ടേന്. അവിടെ ഞങ്ങൾ എന്തായാലും ഇത് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് അടിപൊളിയാട്ടോ. ഈ ട്യൂബ് അടിപൊളിയാണ്, നല്ല ഉണ്ടേനു. പൊതുവേ എനിക്ക് അഡ്വഞ്ചർ ഭയങ്കര പേടിയാണ്. ഞാൻ പൊതുവേ നിൽക്കാറില്ല, പക്ഷെ ഈ ട്യൂബിൻ്റെ എനിക്കും ഇഷ്ടപ്പെട്ടിന് കേട്ടോ. എന്താ പറയുക, നമ്മൾ ഈ വിസ്മയ അതുപോലെ തന്നെ വീഗാലാൻഡിലെല്ലാം വാട്ടർ റൈഡില്ലേ, അതിൻ്റെ ഒക്കെ ഒരു ഫീൽ ചെയ്യും കേട്ടോ. ഇതിൽ വരുമ്പോൾ ഇത് അടിപൊളിയായിരുന്നു. ഇപ്പം തന്നെ വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി പാട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ആരും മിസ്സാക്കണ്ട. ബൈ ബൈ.